ഉത്തരവാദിത്തരഹിതമായ കാര്യങ്ങൾ ഓഫർ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഇപ്പോഴാണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ചെയ്യും കേട്ടോ. ഞാൻ ഇപ്പോഴും കൊച്ചു പയ്യനാണ്, അതുകൊണ്ട് എൻ്റെ മനസ്സ് വെച്ചാണെങ്കിൽ ഞാൻ ചെയ്യും. പക്ഷേ നിയമം പാലിച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ തല വെട്ടിക്കളയും. അതുകൊണ്ട് നിയമം പാലിക്കും. പക്ഷേ മറ്റേതൊക്കെ ആഗ്രഹങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്യണം എന്നൊക്കെ. ബൈക്കൊക്കെ എല്ലാം ഓൾട്ടറേഷനൊക്കെ ചെയ്യുന്നതെന്നല്ല, പക്ഷേ സൗണ്ടൊക്കെ ഡോക്ടേഴ്സൊക്കെ ഭയങ്കര എതിരാണ്, കോടതി ഭയങ്കര എതിരാണ് ഈ സൗണ്ട് വല്ലാതെ ബ്ലാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതൊരു ആ സൗണ്ട് കൂട്ടാൻ വേണ്ടി സ്പീഡ് കൂട്ടുമ്പോൾ അപകടങ്ങളുണ്ടാകും. സൂക്ഷിച്ച് വണ്ടി യാത്ര ചെയ്യാനുള്ളതാണ്, സർക്കസ് കാണിക്കാനുള്ളതല്ലല്ലോ. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് ഈ മഡ് ഡ്രൈവിംഗ് ഒക്കെ ഉണ്ടല്ലോ മലയിലൊക്കെ, മഡ് റേസിംഗ് ഞാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഞാൻ മന്ത്രിയായിട്ട് വന്ന ഉടനാണ് നമ്മുടെ ബിനു പപ്പു, ഗുരുടൻ പപ്പുവിൻ്റെ മകനൊക്കെ ഉണ്ട്, അവരൊക്കെ ഇതിൻ്റെ ടീമാണ്. കോഴിക്കോട് നിന്ന് ഇവർ വന്ന് അനുവാദം ചോദിച്ചു. അപ്പം തന്നെ ഔദ്യോഗികമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷൻ അനുവാദം കൊടുത്ത് നടത്തിക്കോളാം, റോഡിലല്ല. അതിലൊക്കെ ഒരുപാട് ഓൾട്ടറേഷണൽ വണ്ടികളൊക്കെ ഉണ്ട്. അത് പലപ്പോഴും അവർ ലോറിയിലേക്കാണ് കൊണ്ടിറക്കുന്നത്. അവർക്ക് നിയമം അറിയാം. പക്ഷെ അവർ ആ എസ്റ്റേറ്റിനകത്ത് ഭയങ്കര റൈഡ് നടത്താറുണ്ട്. അതെല്ലാം ഔദ്യോഗിക അനുവാദം കൊടുത്തവനാണ് ഞാൻ. അന്നത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷനോട് ഔദ്യോഗികമായിട്ട് അപേക്ഷ കൊടുത്ത് അനുവാദം കൊടുക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഇലക്ഷന് വേണ്ടിയിട്ടുള്ളതാവും. ഇതൊക്കെ ഇലക്ഷൻ ഉണ്ടല്ലേ. KSRTCയിൽ ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. ആരെയാണ് ഈ പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികളെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകും? അതോ 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന സ്ത്രീയെ കൊണ്ടുപോകും? വെറുതെ പറയുന്നതല്ലേ. എന്താണ് പറയുന്നത്? KSRTC ഇപ്പം തന്നെ ഞങ്ങൾ പെൻഷൻ ഇനത്തിൽ ഒരു മാസം ഒരു 70-75 കോടി രൂപ, ശമ്പളം ഇനത്തിൽ 50-55 കോടി രൂപ സർക്കാർ കൊടുത്തിട്ടാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ ഇനി സ്ത്രീകൾക്ക് കൺസെഷൻ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരേക്ക് പോകാനായിട്ട് 1.5 ലക്ഷം രൂപ ശമ്പളമുള്ള ഒരു സ്ത്രീ വന്ന് ബാംഗ്ലൂർ പോകാൻ ടിക്കറ്റ് എടുത്താൽ ഫ്രീ കൊടുക്കാൻ പറ്റും? AC വണ്ടിയിൽ ടിക്കറ്റ് കൊടുക്കില്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ വ്യക്തത വേണം. ഇന്ന വണ്ടികളിൽ ഇന്ന രീതിയിലായിരിക്കും കൺസെഷൻ. അല്ലാതെ ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടി കൊടുക്കേണ്ടാത്ത ഗ്യാരണ്ടിക്ക് എന്തും പറയാമല്ലോ. ഞങ്ങളങ്ങനെയല്ല. ഞങ്ങൾ ഉത്തരവാദിത്തമുള്ള ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് 10 വർഷവും ഉത്തരവാദിത്തത്തോടെ പെരുമാറി, ഇനി ഉത്തരവാദിത്തത്തോടെ തന്നെ പെരുമാറും. ഉത്തരവാദിത്തരഹിതമായ കാര്യങ്ങൾ ഓഫർ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല.